ഹായ്, എൻ്റെ പേര് ആതിര. എൻ്റെ വീട് വരുന്നത് പത്തനംതിട്ടയാണ്. ഞാൻ ഇതിൽ BSc ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂലൈ 2025 ബാച്ചാണ്. ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആണ് ലേണേഴ്സിൽ ജോയിൻ ചെയ്തത്. എൻ്റെ ഒരു ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഞാൻ എൻ്റെ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. +2 ഞാൻ സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സയൻസ് എടുത്തതിൻ്റെ കാരണം എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ സയൻസ് എടുത്തത്. പക്ഷെ എൻ്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാരണം എനിക്ക് ഡോക്ടർ ആവാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഫാമിലി ഒക്കെ പറഞ്ഞു എന്തെങ്കിലും ജോലി പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള കോഴ്സസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആയുർവേദ നഴ്സിംഗ് കോഴ്സ് പഠിച്ചത്. അതൊരു 1 year കോഴ്സായിരുന്നു. അത് പഠിച്ചു. അതിൻ്റെ ബേസിൽ 2 വർഷം ഞാൻ വർക്ക് ചെയ്തു. അപ്പോഴും എൻ്റെ സ്റ്റഡീസ് എവിടെയും എത്തിയില്ല. എനിക്കിനിയും പഠിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓരോ തവണയും എൻ്റെ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഓരോ ഇതിലും എൻക്വയറി ചെയ്യും. പക്ഷേ അന്നേരമൊന്നും എനിക്ക് അത് ജോയിൻ ചെയ്യാനോ അഡ്മിഷൻ എടുക്കാനോ ഒന്നുമുള്ളൊരു സിറ്റുവേഷനിലായിരിക്കത്തില്ല. അപ്പം ഇങ്ങനെ ഡിലേ ആയി അതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അപ്പം ഈ ഇയറാണ് എനിക്ക് എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷനായി വന്നത്. ജൂലൈയിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലാസ്സസൊക്കെ സ്റ്റാർട്ടായി. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേൺവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് പറഞ്ഞു തരും. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ പറ്റും. എൻ്റെ ഇത് വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എങ്ങനെ ആയിരിക്കും ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്, അപ്പം എങ്ങനെ പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലാംഗ്വേജിൽ പഠിക്കുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്ക് വിത്ത് മെൻറ്ററും വിതൗട്ട് മെൻറ്ററും. അപ്പം ഞാൻ വിത്ത് മെൻറ്ററായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മെൻറ്റർ സപ്പോർട്ട് കൂടി പഠിക്കാൻ ഉള്ള രീതിയിൽ. അപ്പം വിത്ത് മെൻറ്റർ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ചോദിക്കാൻ പറ്റും. കാരണം 9 to 9 രാവിലെ 9 മണി തൊട്ട് രാത്രി 9 മണി വരെ നമുക്ക് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പം ആ ടൈമിൽ നമുക്ക് ക്ലാസ്സസിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മെൻറ്ററിനോട് ചോദിച്ചാൽ അവർ ക്ലിയർ ചെയ്ത് തരും പെട്ടെന്ന് തന്നെ. അപ്പം ക്ലാസ്സസ് ആയാലും റെക്കോർഡഡ് ക്ലാസ്സസ് ആയാലും നമുക്ക് വർക്കിംഗ് ടൈം കഴിയുമ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് ക്ലാസ്സസ് ആണെങ്കിലും അതിൽ നമുക്ക് ലൈവായിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും, ചോദിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ലാംഗ്വേജിൽ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി കുറേ ദൂരം ഉണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഐ എം എക്സ്ട്രീംലി ഹാപ്പി വിത്ത് ലാംഗ്വേജ്. താങ്ക് യു.